ഈ സദസ്സ് അല്ലാഹുവിന്റെ ഹബീബിനിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന സദസ്സാണ്. സ്വലാത്ത് എന്റെ മേൽ വെളിപ്പെടുത്തി തരും. അത് ആര് പറഞ്ഞാലും എവിടെന്ന് പറഞ്ഞാലും അവന്റെ അഡ്രസ്സുകളെ മലായികത്തന്മാർ രേഖപ്പെടുത്തുമെന്ന് പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉറക്കെ സ്വലാത്ത് ചൊല്ലണേ. ഹബീബ് പറഞ്ഞു തരികയാണ്, ഈ പ്രഭാഷണം തീരുന്നത് വരെ നിങ്ങൾ ഈ സദസ്സിലിരുന്ന് നിങ്ങളുടെ ചുണ്ടുകൾ അനങ്ങേണ്ടത് ഹബീബിന്റെ പേരിലുള്ള പേരാണ്. നിങ്ങളുടെ നാവുകൾ അനങ്ങേണ്ടത് ഹബീബിന്റെ പേരാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും മനോഹരമായ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന, മനസ്സിന്റെ വിഷമങ്ങൾ തീർന്നു കിട്ടുന്ന, അല്ലാഹു പാപങ്ങൾ പുറത്തു തരുന്ന, ദുനിയവും ഉഖ്റവിയുമായ എല്ലാ വിജയത്തിന്റെയും അടിത്തറയും എല്ലാത്തിന്റെയും മാർഗം ഹബീബിന്റെ പേരിലുള്ള സ്വലാത്താണ്. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബിന്റെ ഒരു സംഭവം മഹാനായ കഅബ് ബിൻ ഉസർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ എല്ലാ ദിവസവും മിമ്പറിലേക്ക് കയറുമ്പോൾ, എല്ലാ ദിവസവും ഹബീബ് മിമ്പറിൽ കയറിക്കൊണ്ട് സ്വഹാബത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രസംഗം നടത്താറുണ്ട്. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സംഭവം മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി കാണാം. സ്വഹാബത്ത് മദീന പള്ളിയിലേക്ക് വന്നു, മസ്ജിദ് നബവിയിലേക്ക് ഹബീബ് തങ്ങൾ കടന്നു വന്നു. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ മിമ്പറിലേക്ക് നിങ്ങൾ ഹാജരാവുക എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എല്ലാവരും കടന്നു വരൂ, മിമ്പറിന്റെ അരികിലേക്ക് കടന്നു വരൂ. ഈ പള്ളിയിൽ മിമ്പർ ഉള്ളതുപോലെ മദീന പള്ളിയിലും മിമ്പർ ഉണ്ടായിരുന്നെന്ന്. ഇത് ഹബീബിന്റെ ഇസ്ലാമിന്റെ സിംബലുകളാണ്. ഈ കാണുന്ന മിനാരങ്ങൾ, ഈ കാണുന്ന മിമ്പറുകൾ, ഇതെല്ലാം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളാണ്. എന്നിട്ട് ഹബീബ് പറഞ്ഞു തരികയാണ്, എല്ലാവരും മിമ്പറിന്റെ അരികിലേക്ക് കടന്നു വരൂ എന്ന് ഹബീബ് പറഞ്ഞു. എന്നിട്ട് ഹബീബ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും മിമ്പറിന്റെ അരികിലേക്ക് കടന്നുപോയി. അങ്ങനെ മിമ്പറിന്റെ സാന്നിധ്യത്തേക്ക് ചുറ്റുഭാഗത്ത് ഞങ്ങൾ ഇരുന്നു. ആ സമയത്ത് നബി തങ്ങൾ ഒരു ചവിട്ടടി മിമ്പറിലേക്ക് എടുത്തു വെച്ചു. മിമ്പറിന്റെ ആദ്യത്തെ പടിയിലേക്ക് ഹബീബ് കാലെടുത്ത് വെക്കുകയാണ്. അങ്ങനെ കാലെടുത്ത് വെക്കുമ്പോൾ ഹബീബ് പറഞ്ഞു ആമീൻ എന്ന് ഹബീബ് പറഞ്ഞു. എന്നിട്ട് രണ്ടാമത്തെ അങ്ങനെ രണ്ടാമത്തെ ചവിട്ടിലേക്കും ഹബീബ് കാലെടുത്ത് വെക്കുകയാണ്. അപ്പോഴും പരിശുദ്ധ റസൂൽ ആമീൻ, ഹബീബ് ആമീൻ പറയുകയാണ്. മൂന്നാമത്തെ മിമ്പറിന്റെ പടിയിലേക്കും കാലെടുത്ത് വെക്കുമ്പോൾ ഹബീബ് ആമീൻ പറയുന്നു. സ്വഹാബത്ത് അത്ഭുതത്തോടുകൂടി നോക്കുകയാണ്. ഇതുവരെ പതിവില്ലാതെ ഓരോ ചവിട്ടിലേക്കും കാലെടുത്ത് വെക്കുമ്പോൾ പുണ്യ ഹബീബ് ആമീൻ പറഞ്ഞല്ലോ. അങ്ങനെ സ്വഹാബത്ത് അത്ഭുതത്തോടുകൂടി ഹബീബിന്റെ ആ പ്രസംഗം ഖുതുബ കഴിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഖുതുബ കഴിഞ്ഞതിന് ശേഷം അത്ഭുതത്തോടുകൂടി സ്വഹാബത്ത് ചോദിച്ചു, അല്ല നബിയേ, എപ്പോഴും പതിവില്ലാതെ ഇന്ന് എന്തുകൊണ്ട് 3 തവണ ആമീൻ പറഞ്ഞു നബിയേ എന്ന് പറഞ്ഞ ഈ ഹദീസ് ഗഹനമായി ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. അന്ത്യനാൾ വരെ നിലകൊള്ളുന്ന ഈ പ്രാർത്ഥനയും ഈ ആമീനുമാണ്. പ്രിയമുള്ളവരെ, റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂൽ തന്നെ കൊല്ലാൻ വന്ന യഹൂദിക്കും പുറത്തു കൊടുത്ത റസൂൽ താൻ കിടന്നുറങ്ങുമ്പോൾ തൂക്കി നിന്നതായ വാലെടുത്ത് എന്നിൽ നിന്ന് ആരാണ് മുഹമ്മദേ ഇന്ന് നിന്നെ രക്ഷിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ഉറക്കെ പറഞ്ഞത് അല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ആ യഹൂദിയുടെ കയ്യിൽ നിന്ന് ഊരിപ്പിടിച്ച വാള് താഴേക്ക് വീണപ്പോൾ ആ വാള് ഉയർത്തിയെടുത്ത് ചോദിച്ചു, ഇപ്പൊ ആരാണ് നിന്നെ എന്നിൽ നിന്ന് രക്ഷിക്കാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദേ, നീ കുടുംബത്തെ നല്ലതുപോലെ നോക്കുന്ന ആളാണ്, നീ കുടുംബബന്ധം പുലർത്തുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് തന്നെ കിടന്നുറങ്ങിയപ്പോൾ കൊല്ലാൻ വന്ന ആളേക്കും അല്ലാഹുവിന്റെ ഹബീബ് പുറത്തു കൊടുത്ത റസൂൽ, ആ റസൂൽ കാരുണ്യത്തിന്റെ കടലായ
അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ അണ്ഡകടാഹങ്ങൾക്ക് റഹ്മത്താണ്. ഇവിടെ പാറിപ്പറക്കുന്ന പറവകൾക്കും സൃഷ്ടിജാലങ്ങൾക്കും മനുഷ്യനിക്ക് എന്ന് മാത്രമല്ല കല്ലുകൾക്കും മരങ്ങൾക്കും ജീവനുള്ളതിനും ജീവനില്ലാത്തതിനും എല്ലാത്തിനും കാരുണ്യമായിട്ടാണ് ഈ ഹബീബിനെ പറഞ്ഞേച്ചത്. ആ ഹബീബാണ് സാക്ഷാൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞു പോയത്. പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥനയെ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. ഈ മൂന്ന് വിഭാഗത്തിൽ നാം പെടാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഹബീബ് പറയുകയാണ്, സ്വഹാബത്ത് അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നുണ്ട്, അല്ല നബിയേ, എന്തുകൊണ്ടാണ് അങ്ങ് 3 തവണ ആമീൻ പറഞ്ഞത്? ആ സമയത്താണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അർഗലി. മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഞാൻ മിമ്പറിലേക്ക് കയറുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. എന്നിട്ട് 3 പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ചിന്തിക്കണേ മുഅ്മിനേ, ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഹബീബാണ് ആമീൻ പറഞ്ഞത്. ഒന്നാമത്തെ പ്രാർത്ഥന മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ബഅദൻ ലിമൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു ഖുൽത ആമീൻ. ഇവറ്റയും ഒരാൾ ഹദീസുകളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്, ഒരാൾക്ക് പരിശുദ്ധമായ റമളാൻ ലഭിച്ചു. ആ റമളാൻ വിട പറഞ്ഞു പോകുമ്പോൾ അവനിക്ക് അല്ലാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്കാണ് ഞാൻ ആമീൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ കഴിഞ്ഞ റജബും ഈ നിലകൊള്ളുന്ന ശഅബാനും ഇതെല്ലാം ഇനി വരാനിരിക്കുന്ന പരിശുദ്ധമായ റമളാനിലേക്ക് ഒരുങ്ങി നിൽക്കാനുള്ള മാസങ്ങളും സമയങ്ങളുമാണ് മുഅ്മിനേ. റമളാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണെന്ന് ഹബീബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റമളാനിലേക്ക് ഒരുങ്ങാനുള്ള മാസങ്ങളും ദിവസങ്ങളുമാണ് നമുക്ക് മുമ്പിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹബീബ് പറഞ്ഞു തരികയാണ്, ആ റമളാൻ ഒരു മനുഷ്യനിക്ക് ലഭിച്ചു. ആ റമളാൻ വിട പറഞ്ഞു പോകുമ്പോൾ എന്റെ ഉമ്മ സഹോദരിമാരെ, ആ റമളാനെങ്കിലും അവിടെ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ആർക്കെങ്കിലും എന്റെ ഉമ്മത്തുകളിൽ നിന്ന് പുറത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ, അവന്റെ പാവങ്ങൾ അവൻ മുക്തനായിട്ടില്ലെങ്കിൽ അവൻ നരകം പ്രവേശിക്കട്ടെ എന്ന് സാക്ഷാൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനക്കാണ് ഞാൻ ആമീൻ പറഞ്ഞതെന്ന് പരിശുദ്ധ റസൂൽ. രണ്ടാമത്തെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു, രണ്ടാമത്തെ ചവിട്ടുപടിയിലേക്ക് കയറിയപ്പോൾ വീണ്ടും ജിബ്രീൽ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ മറ്റൊരു ഹദീസിൽ വന്നിട്ടുള്ളത്, അവന്റെ മൂക്ക് കോയാടി പോകട്ടെ എന്ന് പറഞ്ഞാൽ, മൂക്ക് നിലം കുത്തട്ടെ എന്ന് പറഞ്ഞാൽ അവനിക്ക് നാശമുണ്ടാകട്ടെ എന്നാണ്. ഇന്നക്ക് ശേഷം, ഈ സമയത്തിന് ശേഷം എന്റെ പേര് പറഞ്ഞു കേട്ട് ഒരാൾ എന്റെ മേൽ സ്വലാത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അവനിക്കും നാശമുണ്ടാകട്ടെ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുന്നുണ്ട്. സ്വഹാബത്തിനോട് ചോദിച്ചു, അല്ല സ്വഹാബ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഖീല്, ഏറ്റവും വലിയ പിശുക്കൻ, കഞ്ചൂസ് കാണിക്കുന്നവൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, സമ്പത്തുണ്ടായിട്ടും ദീനിൽ ചെലവഴിക്കാത്തവനല്ല നബിയെ. ആ സമയത്താണ് നബി തങ്ങൾ പറയുന്നത്, അവനല്ല സ്വഹാബ, എന്റെ പേര് കേട്ട് എന്റെ മേൽ സ്വലാത്ത് പറയാത്തവനാണ് എന്റെ സമുദായത്തിലെ ഏറ്റവും വലിയ പിശുക്കൻ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് സ്വലാത്തിന്റെ മഹാത്മ്യം? ഇബ്നു ഖയ്യിമുൽ ജൗസി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ 50ഓളം ബെനിഫിറ്റ്സുകൾ, 50ഓളം സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന ഉപകാരങ്ങൾ, അതിൻ്റെതായ മഹാത്മ്യങ്ങൾ മഹാനായ ഇബ്നു ഖയ്യിമുൽ ജൗസി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ സ്വലാത്തിന്റെ മഹത്വം ഉദ്ധരിക്കുന്ന കിതാബുകളിൽ ഒരുപാട് മഹത്വങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. മൂന്നാമതായി ഹബീബ് പറഞ്ഞു തരികയാണ്, ഒരാൾക്ക് വയോവൃദ്ധരായ മാതാപിതാക്കൾ എത്തിച്ചു. ആ മാതാപിതാക്കൾ ഉള്ളതോടുകൂടി ഒരാൾ സ്വർഗം പ്രവേശിക്കുന്നില്ലെങ്കിൽ അവനിക്കും നാശമുണ്ടാകട്ടെ എന്ന് പരിശുദ്ധ റസൂൽ. ഞങ്ങളുടെ വിഷയം അതല്ല. എന്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ അവനിക്ക് നാശമുണ്ടാകട്ടെ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു. ഈ സ്വലാത്താണ് നാളെ ഏറ്റവും വലിയ പ്രതീക്ഷ. എല്ലാവരും നഫ്സി നഫ്സി എന്ന് ഓടിക്കൊണ്ടിരിക്കും
കൂടിയിരിക്കുന്ന ആ പരിശുദ്ധമായ മഹ്ശറ ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, അവിടെ എല്ലാവരും ജനങ്ങൾ അവിടുന്നതാ മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് കടന്നു പോകും. ആ സ്വലാത്തിനെ കുറിച്ചാണ് പരിശുദ്ധ ഹബീബ് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഈ സ്വലാത്ത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഖുർആനിലൂടെ സ്വലാത്തിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും ഹബീബിന്റെ മേൽ സ്വലാത്ത് പറഞ്ഞു എന്നതിന്റെ തെളിവാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ വിവാഹം എന്നുള്ളത്. അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗ്ഗത്തിൽ പടച്ചു. എന്നിട്ട് ഒറ്റക്കായി കിടന്നുറങ്ങുമ്പോൾ ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയെല്ലിൽ നിന്ന് സ്വയം ശരീരത്തിൽ നിന്ന് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെയും അല്ലാഹു പടച്ചു. എന്നിട്ട് ഉറക്കിൽ നിന്ന് നട്ടി ഉണരുമ്പോൾ ഹവ്വാ ബീവിയെ കണ്ടപ്പോൾ ഒന്ന് കൈ നീട്ടിപ്പോയി. ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, ഇല്ല ആദമേ, അങ്ങ് തൊടാൻ അങ്ങ് സ്പർശിക്കാൻ സമ്മതമായിട്ടില്ല, സമയമായിട്ടില്ല, വിവാഹം ചെയ്യണം, വിവാഹത്തിന്റെ മൗല്യം, വിവാഹത്തിന്റെ മഹർ അങ്ങ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദം നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്താണ് റബ്ബേ ഞാൻ ഹവ്വാ ബീവിയിലേക്ക് മഹറായി കൊടുക്കേണ്ടത്? ഇന്ന് ഗോൾഡിനിക്ക് ഇങ്ങനെ റേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് സ്വർണമല്ല കൊടുക്കേണ്ടത്, അങ്ങ് ഡയമണ്ട് അല്ല കൊടുക്കേണ്ടത്, അങ്ങ് വെള്ളിയല്ല കൊടുക്കേണ്ടത്, അങ്ങ് അപ്പാർട്ട്മെന്റ് അല്ല കൊടുക്കേണ്ടത്. ആദ്യമായി സ്വർഗത്തിൽ വെച്ച നിക്കാഹുണ്ടല്ലോ, വിവാഹമുണ്ടല്ലോ, ആ വിവാഹം ആദം നബി അലൈഹിസ്സലാമിന്റെയും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയുടെയും ഇടയിലാണ് നടന്നത്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഹവ്വാ ബീവിയിലേക്ക് അങ്ങ് മഹറായി കൊടുക്കേണ്ടത് എന്റെ ഹബീബ് ലോകാവസാനം കടന്നു വരാനിരിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും സൃഷ്ടികളിലെ ശ്രേഷ്ഠരായ അഫ്ളലുൽ ഖൽഖായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള 10 സ്വലാത്താണ് ഹവ്വാ ബീവിയിലേക്ക് അങ്ങ് മഹറായി കൊടുക്കേണ്ടത്. സ്വലാത്ത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ മനുഷ്യന്റെ ഉൽപ്പത്തി എവിടെ മുതൽ കൊണ്ടോ അന്ന് മുതൽക്കാണ് ഈ സ്വലാത്ത് തുടങ്ങിയത്. ഈ സ്വലാത്തിനെ അല്ലാഹു മഹാനായ ആദം നബി അലൈഹിസ്സലാമിലേക്ക് ഹവ്വാ ബീവിയിലേക്ക് കൊടുക്കേണ്ട മഹറായി അല്ലാഹു നിശ്ചയിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് സ്വലാത്ത്, എന്താണ് ഹബീബ്? ഹബീബിനെ പറഞ്ഞാൽ തീരൂല. ഹബീബ് അല്ലാഹുവിന്റെ സീക്രട്ടുകളിലെ ഏറ്റവും വലിയ സീക്രട്ടാണ്. അല്ലാഹുവിന്റെ രഹസ്യങ്ങളിലെ ഏറ്റവും പരമമായ രഹസ്യമാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഹബീബിനെ ധാരാളമായി പഠിക്കേണ്ടതാണ് ഈ ഉമ്മത്ത്. ഹബീബിനെ ധാരാളമായി പഠിക്കുമ്പോഴാണ് അങ്ങ് മനസ്സിൽ സ്നേഹം വർദ്ധിക്കുന്നത്. എങ്ങനെയാണ് ഹബീബ് കിടന്നത്, എങ്ങനെയാണ് എഴുന്നേറ്റത്, എങ്ങനെയാണ് നടന്നത്, എങ്ങനെയാണ് നിന്നത്, എങ്ങനെയാണ് വസ്ത്രം ധരിച്ചത്, എങ്ങനെയാണ് ചെരുപ്പ് ധരിച്ചത്, എങ്ങനെയാണ് തലപ്പാവ് ധരിച്ചത്, എങ്ങനെയാണ് തൊപ്പി ധരിച്ചത് എന്നെല്ലാം ഹബീബിന്റെ 23 കൊല്ലത്തിന്റെ ജീവിതങ്ങളും അവിടെ നിന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. മഹാനായ ഇമാം തിർമിദി തങ്ങൾ അവിടുത്തതായ ഗ്രന്ഥത്തിൽ മനോഹരമായി ഹബീബിന്റെ എല്ലാ ജീവിത രീതികളും വരച്ചു വെച്ചിട്ടുണ്ട്. കൃത്യമായി ഹബീബിന്റെ ജീവിതം വരച്ചു വെച്ചിട്ടുണ്ട്. എത്ര താടി രോമങ്ങൾ ഉണ്ട് എന്ന് പോലും ഹബീബിനെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ്. അതാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ ഹബീബിനെ കുറിച്ചാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുന്നത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ ഹബീബിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ. ആ പരിശുദ്ധ റസൂലിനെ കുറിച്ച് ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തി തരുന്നത്. എത്രയാണ് ഹബീബിനിക്ക് താടി രോമങ്ങൾ ഉണ്ടായിരുന്നത്? 1,24,000 താടി രോമങ്ങളായിരുന്ന ഹബീബിനിക്ക് ഉണ്ടായിരുന്നത്. അതിലെ വെളുത്തതായ അവിടുന്നതാ വെളുപ്പെടുത്ത താടി രോമങ്ങളും ഒരുപാട് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എത്രയാണോ പ്രവാചകന്മാർ ഈ ലോകത്തോടെ കടന്നു വന്നത്, ആ പ്രവാചകന്മാരുടെ കണക്കനുസരിച്ചായിരുന്നു ഹബീബിന്റെ താടി രോമങ്ങൾ ഉണ്ടായത് എന്ന് പോലും പറയുമ്പോൾ ആ ഹബീബ് തുറന്നു വെച്ച ഒരു പുസ്തകമാണ്. ആ ഹബീബിനെ സ്നേഹിക്കലാണ്, ഹുബ്ബാണ്, സ്നേഹമാണ്. ലോകത്തെ ഏറ്റവും വലിയ ഇബാദത്ത് മഹദിയായ ബീബി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതം നാം മനസ്സിലാക്കിയിട്ടില്ലേ? എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, ഒരു ഹജ്ജ് പോലും ചെയ്യാത്ത മഹിളയാണ് ബീബി ഖദീജ. ഒരു വക്ത് പോലും നമസ്കരിക്കാത്ത പെണ്ണാണ് ബീബി ഖദീജ. ഒരു നോമ്പും നോക്കാത്ത പെണ്ണാണ് ബീബി ഖദീജ. ആ ഖദീജ ബീവിയാണ് നാളെ സ്വർഗ്ഗത്തേക്ക് കടന്നു പോകുന്ന എല്ലാ മഹിളാ മണികളുടെയും നേതാവ്. എന്ന ഖദീജയാണ് സയ്യിദത്തു
അഹ്ലിൽ ജന്ന, എല്ലാ സ്ത്രീകൾക്കുമുള്ള എല്ലാ സ്ത്രീകളുടെയും നാളെ സ്വർഗ്ഗത്തിലെ നേതാവ് എന്റെ പ്രിയപത്നി ബീബി ഖദീജ റളിയല്ലാഹു അൻഹയാണ് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. എന്തേ പ്രിയമുള്ളവരെ, ഹബീബിനെ അങ്ങേയറ്റം സ്നേഹിച്ചു. അങ്ങ് ബിലിയനാധിപതിയായിരുന്ന ഖദീജ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്നത് പോലെ, എലൻ മസ്കിനെ പോലെ അന്ന് ലോകത്ത് അറിയപ്പെട്ടിരുന്ന ഏറ്റവും വലിയ ധനാഢ്യയായിരുന്ന ബീബി ഖദീജ റളിയല്ലാഹു അൻഹ. ഏറ്റവും വലിയ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരുന്ന അന്ന് ഏറ്റവും വലിയ വിഭവസമ്പന്നനായ പെണ്ണായിരുന്നു ബീബി ഖദീജ. ഈ ഖദീജ റളിയല്ലാഹു അൻഹയാണ് ഫഖീറായ, പാവപ്പെട്ടവനായ, ഒന്നുമില്ലാത്ത യതീമായി വളർന്ന പരിശുദ്ധ റസൂൽ, അമീനായി സ്വാദിഖുൽ മസ്തൂഖായി വളർന്ന പരിശുദ്ധ റസൂൽ ആ ഹബീബിന്റെ ജീവിതം മനസ്സിലാക്കി അവിടുന്ന് വിവാഹത്തിലേക്ക് അവിടുന്ന് കാലെടുത്ത് വെക്കുകയാണ്. ഹബീബിനെ എല്ലാവരും മക്കാ മുശ്രിക്കീങ്ങൾ അന്ന് അങ്ങനെയതാ എല്ലാവരും ജനങ്ങളുടെ മുന്നിലിട്ടുകൊണ്ട് ഹബീബിനെ താരടിക്കുമ്പോൾ, ലോകത്ത് ഇന്ന് ഈ അറേബ്യൻ കുലത്തിൽ പാവപ്പെട്ട മുഹമ്മദിനെയാണോ നിനക്ക് കിട്ടിയത് ഖദീജ എന്ന് പറയുമ്പോൾ, ഫിദാക യാ റസൂലല്ലാഹ്, എന്റെ ശരീരവും എന്റെ സമ്പത്തും അങ്ങേക്ക് ദണ്ഡമാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കോടിക്ക് വില വരുന്ന എല്ലാ സമ്പത്തുകളെയും പരിശുദ്ധ ദീനിന് വേണ്ടി ചെലവഴിച്ച ഖദീജ, ആ ഖദീജയെ ഓർത്ത് മരണം വരെ വിതുമ്പുമായിരുന്ന പരിശുദ്ധ റസൂൽ ഓർമ്മയാകുമ്പോഴൊക്കെ അങ്ങ് ജന്നത്തുൽ മുഅല്ലയിലേക്ക് പോയിക്കൊണ്ട് അങ്ങ് അവിടുന്ന് പരിശുദ്ധമായ ആ മഖ്ബറയിലേക്ക് കടന്നു പോയിക്കൊണ്ട് അവിടുന്ന് ഖദീജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. സ്മരണ വരുമ്പോഴൊക്കെ ആടരത്ത് ഖദീജയുടെ പേരിൽ ഹബീബ് അവിടുന്ന് സ്വതഖ ചെയ്യുമായിരുന്നു എന്നാണ്. ആ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ചെയ്തത് ഒന്ന് മാത്രമാണ്, ഹബീബിനെ അങ്ങേറ്റം സ്നേഹിച്ചു എന്നുള്ളതാണ്. ആ സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ് സ്വലാത്ത്, സ്വലാത്ത്, സ്വലാത്ത്. ആ സ്വലാത്തിനെ കുറിച്ചാണ് ഹബീബ് പറയുന്നത്. എന്താണ് സ്വലാത്തിന്റെ മഹാത്മ്യം? ഖുദ്സിയായ ഹദീസിലൂടെ പരിശുദ്ധ റസൂൽ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഒരു സ്വലാത്ത് ഒരു മനുഷ്യൻ പറഞ്ഞാൽ വേറെ ഒരു ഇബാദത്തിനും ഇങ്ങനെയുള്ള മഹത്വം ഹബീബ് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഒരു സ്വലാത്തെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ ആ സ്വലാത്തിന് പകരമായി ഞാൻ അവന്റെ മേൽ 10 സ്വലാത്തുകൾ പറയുമെന്ന് ആരാണ് പറയുന്നതെന്നറിയുമോ? നമ്മെ പടച്ചതായ സൃഷ്ടാവായ അള്ളാഹുവിന്റെ 10 അനുഗ്രഹങ്ങൾ വേണോ? എന്നാൽ ഹബീബിന്റെ മേൽ ഒരു സ്വലാത്ത് നിങ്ങൾ പറഞ്ഞാൽ അള്ളാഹുവിന്റെ 10 അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് സ്വലാത്തിലൂടെയാണ് പരിശുദ്ധമായ ഹബീബിലേക്ക് അടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുക. മുഅ്മിനീങ്ങളെ, ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒറ്റ സ്വലാത്ത് പറഞ്ഞ് ഹദിയ ചെയ്തതിന്റെ കാരണം കൊണ്ട് 70,000 ശിക്ഷകളെ കൊണ്ട് അനുഭവിക്കുന്ന ആ നരക ശിക്ഷയെ ഖബറിൽ നിന്ന് അല്ലാഹു മാറ്റിവെച്ചു. എന്നിട്ട് സ്വർഗീയ അനുഗ്രഹങ്ങൾ ആ പെണ്ണിലേക്ക് ഖബറിൽ വെച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ, ഒരു 10 സ്വലാത്ത് പറഞ്ഞാൽ ദിവസേന ഒരു 100 സ്വലാത്ത് പറഞ്ഞാൽ എത്രയായിരിക്കും മഹത്വം ലഭിക്കുക മുഅ്മിനീങ്ങളെ? അതുകൊണ്ട് ജീവിതത്തിന്റെ ഒരു ഭാഗമാകണം സ്വലാത്ത്. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിലും പറഞ്ഞല്ല, സ്വഹാബി കടന്നു വന്നുകൊണ്ട്, മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട്, അല്ലെങ്കിൽ മറ്റും ഒരുപാട് സ്വഹാബാക്കൾ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, പരിശുദ്ധമായ മരണത്തെ കുറിച്ച് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുന്ന ആയത്തുകൾ ഇറങ്ങിയപ്പോൾ, ആ ആയത്തുകൾ ഇറങ്ങിയപ്പോഴാണ് സ്വലാത്തിനെ കുറിച്ച് മഹാനായ സ്വഹാബി വന്ന് ചോദിക്കുന്നത്, എത്രയാണ് നബിയെ ഞാൻ സ്വലാത്ത് പറയേണ്ടത്? ആ സമയത്ത് നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, എന്റെ ജീവിതത്തിന്റെ 1/3 ഭാഗം സ്വലാത്ത് പറഞ്ഞാൽ മതിയോ നബി എന്ന് ചോദിക്കുമ്പോൾ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇനിയും നീ ഏറ്റുക, ഇനിയും ഏറ്റുക. അപ്പോഴും ആ വന്ന അനുയായി ചോദിക്കുന്നുണ്ട്, ചെയ്താൽ മതിയോ? ഈ ജീവിതത്തിന്റെ പകുതി ഭാഗം ഞാൻ സ്വലാത്ത്
ചൊല്ലിയാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ വീണ്ടും പറയുകയാണ്, നീ ഏറ്റുകയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇനിയും നീ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഏറ്റുകയാണെങ്കിൽ, സമയം നീ ബാക്കി വെക്കുകയാണെങ്കിൽ അതും നിനക്ക് ഖൈറാണ് എന്ന് പറയുമ്പോൾ എന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ മാറ്റി വെക്കാം നബി എന്ന് പറയുമ്പോഴാണ് നബി തങ്ങൾ പറയുന്നത്, എന്നാൽ നീ എല്ലാ ഖൈറിനെയും എത്തിച്ചു എന്നാണ്, എന്റെ എല്ലാ വിഷമങ്ങളും തീർന്നു കിട്ടുമെന്നാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നു. മാത്രമല്ല നാളെല്ലാവരും ആ മഹ്ശറാവൻ സഭയിൽ അവിടുന്നതാ വേർപ്പിൽ ഈ കുളിക്കുമ്പോൾ ഒരു ചാണ് മുകളിലാണ് സൂര്യൻ നിലകൊള്ളുന്നത്. മുഅ്മിനീങ്ങളെ, ഒരു ചാണ് മുകളിലെ മാത്രമാണ് സൂര്യൻ. ഇന്ന് സൂര്യൻ എത്രയോ ഈ ബഹിരാകാശത്തിന്റെ ഈ ഒന്നാനാകാശത്തിന്റെ താഴെ ചുവട്ടിൽ എത്രയോ കോടി കിലോമീറ്ററുകൾ അപ്പുറത്താണ് സൂര്യൻ നിലകൊള്ളുന്നത്. ആ സൂര്യന്റെ വിളക്ക് ഭൂമിയിലേക്ക് എത്താൻ വേണ്ടത് 8 മിനിറ്റുകൾ എന്ന് പറയുമ്പോൾ എത്രയോ കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് സൂര്യൻ നിലകൊള്ളുന്നത്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്പീഡിലൂടെ സഞ്ചരിക്കുന്ന വസ്തു വിളക്കാണ്. വിളക്ക് പെർ സെക്കൻഡിലൂടെ സഞ്ചരിച്ചു പോകുന്നത് 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലൂടെയാണ്. ഈ എല്ലാ പ്രകാശങ്ങളുടെയും മർക്കസ് അല്ലെങ്കിൽ മസ്ദർ എന്ന് പറയുന്നത്, അച്ചുതണ്ട് എന്ന് പറയുന്നത്, അത് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പ്രകാശത്തിന്റെയും പ്രകാശം ഹബീബാണ്. നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ് ഹബീബ്. അതുകൊണ്ടല്ലേ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിപ്പോയത്, നബിയേ അങ്ങയെപ്പോലെയുള്ള ഒരു കുഞ്ഞിനെ ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല നബിയേ. അങ്ങ് പ്രശോഭിക്കുന്ന ചന്ദ്രനേക്കാളും തിളങ്ങുന്ന മുഖമാണ് നബിയേ അങ്ങയുടെ മുഖമെന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ഒരിക്കൽ നബി തങ്ങളുടെ കൂടെ ഞാൻ സഞ്ചരിച്ചു. എന്നിട്ട് പൗർണമിയിലെ 14-ാം രാത്രിയിലെ മിന്നി തിളങ്ങുന്ന പ്രശോഭിച്ചു നിൽക്കുന്ന ആ ചന്ദ്രനിലേക്ക് ഞാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് എന്റെ പുണ്യ ഹബീബിന്റെ മുഖത്തേക്കും ഞാൻ നോക്കുന്നുണ്ട്, ചന്ദ്രനിലേക്കും നോക്കുന്നുണ്ട്, എന്റെ പുണ്യ ഹബീബിലേക്കും ഞാൻ നോക്കുന്നുണ്ട്. എന്നാൽ ആ പ്രശോഭിക്കുന്ന 14-ാം രാവിന്റെ ചന്ദ്രനെ പോലും തോൽപ്പിക്കുന്ന പ്രകാശത്തിന്റെ പ്രൗഢിമയെ പുണ്യ ഹബീബ് താജദാരേ മദീന പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബിനെ അങ്ങനെ സ്നേഹിച്ചവരാണ് പുണ്യ സ്വഹാബത്തെ. പലരും മദീന വിട്ടുപോയി. അതിലൊന്നായിരുന്നു മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. 3 പിടി മണ്ണിട്ടുകൊണ്ട് പുണ്യ റസൂലിന്റെ ആ പരിശുദ്ധമായ റൗളാ ശരീഫിന്റെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, ഫിദാക ഹബീബി യാ റസൂലല്ലാഹ്, നബി അങ്ങേക്ക് സമർപ്പണമാണ് നബിയേ. അങ്ങില്ലാത്ത മദീനയിൽ എനിക്കൊന്ന് വാങ്ങു വിളിക്കാൻ പറ്റൂല റസൂലേ. എന്റെ മനസ്സ് വിതുമ്പുന്നു, എന്റെ കണ്ണുകൾ കണ്ണീര് കൊണ്ട് വാർത്തൊലിക്കുന്നു റസൂലേ. അങ്ങ് ജീവനില്ലാത്ത മദീനയിൽ ഈ ബിലാലില്ല റസൂലേ. എല്ലാവരും മക്കാ ഫതഹിന്റെ ദിവസം, ആ പരിശുദ്ധമായ പ്രൗഢിമയേറിയ മക്കാ ഫതഹിന്റെ ദിവസം എല്ലാവരും പേടിച്ചു വിറക്കുമ്പോൾ പുണ്യ റസൂലിന്റെ കയ്യിലേക്ക് മക്കയും പരിശുദ്ധമായ കഅബയും ലഭിച്ചപ്പോൾ ആ പരിശുദ്ധമായ കഅബയുടെ മുകളിലേക്ക് കയറി ചൊല്ലിക്കൊണ്ട് പരിശുദ്ധമായ വാങ്ങ് വിളിക്കാൻ വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ഹബീബിന്റെ ഈ ചൂണ്ടവിരൽ എന്റെ നേരെ കടന്നു വരുമെന്ന് സിദ്ദീഖ് തങ്ങൾ കാത്തു നിന്നു, ഉമർ തങ്ങൾ കാത്തു നിന്നു. അന്ന് സമ്പന്നരായിരുന്ന മുഹാജിരീങ്ങൾ ഉണ്ടായിരുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, എല്ലാ പ്രമുഖരായ സ്വഹാബത്തും ഉണ്ടായിരുന്നു. എന്നിട്ട് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വിളിച്ചായിരുന്ന പുണ്യ റസൂൽ നീഗ്രോക്കാരനായിരുന്ന, ഇന്നത്തെ ഇത്യോപ്യ എന്ന് അറിയപ്പെടുന്ന പഴയ അബ്സീനിയക്കാരനായിരുന്ന ഒരു രാജകുമാരിയുടെ മോനായിരുന്നു മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ആ കറുപ്പിന്റെ അടയാളമായ ഇന്ന് ലോകത്തെ കറുപ്പിനെ താറടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പാവപ്പെട്ടവനെയും അന്ന് വർഗീയമായി കളറിലൂടെ വർണ്ണങ്ങളിലൂടെ വേർതിരിച്ചിരുന്ന കാലഘട്ടത്തെ, ഒന്ന് കറുപ്പ് വർഗക്കാരെ നിസ്സാരമായി കണ്ടിരുന്ന കാലഘട്ടത്തെ കറുപ്പിന്റെ സിംബലായി നിറഞ്ഞു നിൽക്കുന്ന, എല്ലാ കറുപ്പിന്റെയും അടയാളമായി നിൽക്കുന്ന പരിശുദ്ധമായ കഅബയുടെ മുകളിലേക്ക് കയറിക്കൊണ്ട് വാങ്ങു വിളിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് സമ്മതം കൊടുത്തത് കറുപ്പിന്റെ
പ്രതീകമായിരുന്ന മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു. ആ ബിലാൽ റളിയല്ലാഹു അൻഹു മദീന വിട്ടുപോയി അങ്ങ് കൂഫയിലേക്ക് കടന്നുപോയി. എന്നെ ഹബീബില്ലാത്ത മദീനയിൽ എനിക്കിരിക്കാൻ ഒരു സെക്കൻഡ് പോലും സാധിക്കൂല റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് കുതിര കയറിക്കൊണ്ട് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മദീന വിട്ട് കടന്നുപോയി. പ്രേമം അങ്ങനെയാണ്, പ്രണയം അങ്ങനെയാണ്. ചിലർക്ക് മദീന എന്ന് പറഞ്ഞാൽ മനസ്സ് തപിച്ചു പോകും, ചിലർക്ക് മദീന ചിലപ്പോൾ കാണാൻ പറ്റുകയില്ല. അതിൽപ്പെട്ടവരാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് മരണം ആസന്നമായപ്പോൾ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അവിടെന്നതാ എല്ലാവരും അങ്ങ് കൂഫയിലേക്ക് കടന്നു പോയപ്പോൾ സ്വഹാബികളിലെ പ്രമുഖരായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു അവരെ നേതാവാക്കി. അവിടെ ഇന്ന് ഇസ്ലാമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് സമ്മതം ചോദിക്കുമായിരുന്നു. അങ്ങനെ മരണം ആസന്നമായപ്പോൾ എല്ലാവരും കരയുകയാണ്, എല്ലാവരും കരയുകയാണ്. ആ സമയത്ത് പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് തന്റെ ഭാര്യയോട് പറയുകയാണ്, ഇന്നലെ ഞാൻ കാത്തുനിന്ന എന്റെ ഹബീബിനെ കാണാനുള്ള സമയം എനിക്ക് കടന്നു വന്നു. ഞാൻ ഇതാ പുഞ്ചിരിക്കുകയാണ്. എന്റെ ജീവിതത്തിന്റെ തന്നെ നിമിഷങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷിക്കാനുള്ള എന്റെ ഹബീബ്, എന്റെ ഖലീൽ, ഞാൻ കൂട്ടുകാരനായി ഹബീബ് നമസ്കാരത്തിലേക്ക് വേണ്ടി വാങ്ങി വിളിച്ചിരുന്നത് ഞാനാണ്, ഇഖാമത്ത് കൊടുത്തിരുന്നത് ഞാനാണ്, ഹബീബിന്റെ നേരെ പിന്നിൽ നിന്നിരുന്നത് ഞാനാണ്. ആ ഹബീബിലേക്ക് അടുക്കാൻ സമയമായി എന്ന് മരണനേരത്ത് പോലും മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സന്തോഷം മരണനേരത്ത് വേണോ മുഅ്മിനേ? ഹബീബിന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. ഹബീബിന്റെ മരണനേരത്ത് കടന്നു വരുമെന്ന് ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾക്ക് മുന്നിലുണ്ട്. അവിടെയാണ് നാം എപ്പോഴും മജ്‌ലിസ് നൂറിലും മറ്റും ആടാറുണ്ടല്ലോ, കൂട്ടിയിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീകളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ബദരീങ്ങളുടെ നേതാവാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതം ആ ഹബീബിനിക്ക് ബാക്കി വെച്ചാൽ നാളെ ഖബറിലും ആ ഹബീബ് വരും. പിന്നെ അവിടെ ഒരു വഹ്ശിയത്തില്ല, പിന്നെ അവിടെ ഒരു ഏകതയില്ല. നാളെ എല്ലാവരും ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടെയും മുൻകർ നഖീർ അലൈഹിസ്സലാം വന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട് മുഅ്മിനേ. അതുകൊണ്ട് മരണം ഏത് സമയത്ത് വിടുവിടുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റുകയില്ല. ഇദാ ജാഅജലുഹും ലാ യസ്തഖിറൂന സഅതും വലാ യസ്തഖ്ദിമൂൻ. ആ ഹബീബില്ലാതെ ജീവിതമില്ല. ജീവിതത്തിന്റെ തുടക്കം ഹബീബിലൂടെയാണ്. വലത്തെ ചെവിയിലൂടെ വാങ്ങ് കൊടുത്താൽ ഇടത്തെ ചെവിയിലൂടെ കൊടുക്കുന്നത് ഇഖാമത്താണ്. ആ വാങ്ങിലും മാർദ്ദവിക്കുന്ന ആ പരിശുദ്ധമായ വചനം, ഈ സൃഷ്ടികളിലെ ഒരു പേരുണ്ടെങ്കിൽ അത് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, നബി അങ്ങയുടെ നാമത്തെ നാം ഉയർത്തിരിക്കുന്നു നബിയെ, അങ്ങയുടെ നാമത്തെ നാം ഉയർത്തിരിക്കുന്ന നബിയെ എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് 24 മണിക്കൂറുകളും ഇടമുറിയാതെ അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ഈ പരിശുദ്ധമായ വാക്ക് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ ഗ്രീൻവിച്ച് രേഖയുടെ ടൈമിംഗ് അനുസരിച്ച് എല്ലാ കൺട്രികളിലും എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ സമയങ്ങളില്ല. ഇന്ന് ഇവിടെ കൃത്യമായി 9 മണിയായാൽ ഇന്ന് USA അമേരിക്കയിലെ പകൽ 9 മണിയാണ്. അതുകൊണ്ടാണ് 24 മണിക്കൂറുകളും ഈ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് കൃത്യമായി ഈ വാങ്ങിന്റെ മൊഴികൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുന്ന 24 മണിക്കൂറുകളും ഒരു സെക്കൻഡുകൾ ഇടമുറിയാതെ ഈ വാങ്ങുകൾ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം തുടങ്ങുന്നത്
തുടങ്ങുന്നത് ഹബീബിലൂടെയാണ്. ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിച്ചു തരുന്നു, ഒരു മാതാപിതാക്കൾക്ക് ആദ്യമായി നിർബന്ധമായതെന്താണ്? ഒരു മക്കളെ പഠിപ്പിക്കൽ ആദ്യമായി നിർബന്ധമായതെന്താണ്? അല്ലാഹുവിനെ കുറിച്ചല്ല, നമസ്കാരത്തെ കുറിച്ചല്ല, നോമ്പിനെ കുറിച്ചല്ല, മറ്റൊന്നുമല്ല. ഒരു മാതാപിതാക്കളുടെ മേൽ തന്റെ മക്കൾ സ്വാലിഹാകണമെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? ഉമ്മമാരെ, ഇന്ന് നമ്മുടെ മക്കൾ വഴി തെറ്റിപ്പോകുന്നുണ്ട് എന്ന് വിഷമിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. തർബിയത്തിന്റെ കുറവാണ്. പിന്നെ സ്വലാത്ത് മജ്ലിസിലേക്കോ മറ്റൊന്നിലേക്കോ വാരക്കാൻ പൈസ കൊടുത്തിട്ട് കാര്യമില്ല. തർബിയത്ത് വളർത്തി വരുന്നതായ ആ ഘട്ടങ്ങൾ നല്ലതുപോലെ വളർത്തി വരണേ. ഒരു മാതാവിന്റെയും ഒരു ഉമ്മയുടെയും ഒരു വാപ്പയുടെയും മേൽ കടപ്പെട്ട ആദ്യത്തെ നിർബന്ധമായ കാര്യം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ചെറുപ്പത്തിൽ നാം പാടിക്കൊടുത്തിരുന്നല്ലോ, ആ ഹബീബ് ജനിച്ചത് മക്കയിലാണ്, നബി തങ്ങളുടെ വാപ്പ അബ്ദുള്ളയാണ്, ഉമ്മ ആമിന ബീവിയാണ്. അങ്ങനെ കൊച്ചു മനസ്സുകളിലേക്ക് ആദ്യമായി പറഞ്ഞു കൊടുക്കൽ ഓരോ മാതാവിന്റെയും ഓരോ പിതാവിന്റെയും മേൽ നിർബന്ധമായ കാര്യം അത് ഹബീബിനെ പറഞ്ഞു കൊടുക്കലാണ് എന്ന് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാം. അതുകൊണ്ട് ഹബീബിനെ മാറ്റിവെച്ചൊരു ജീവിതമില്ല. നമസ്കാരത്തിലേക്ക് കൈകെട്ടിയാൽ ആ നമസ്കാരം ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാതെ പരിപൂർണമില്ല. അവസാനമായി ആദ്യം കൊടുത്തു വെച്ച വാങ്കും ഇഖാമത്തുണ്ടല്ലോ, അവസാനമായി നിസ്കരിക്കുന്ന മയ്യത്ത് നമസ്കാരമുണ്ടല്ലോ മുഅ്മിനേ, ഒരു അടിമ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് അവൻ സുജൂദിലാണ് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിലും ആ സുജൂദില്ലാത്ത റുകൂഇല്ലാത്ത ഒറ്റ നമസ്കാരം ഉണ്ടെങ്കിൽ അത് അവസാനത്തെ മയ്യത്ത് നമസ്കാരമല്ല മുഅ്മിനേ. ആ മയ്യത്ത് നമസ്കാരത്തിന്റെ പരിപൂർണതയും അത് ഹബീബിന്റെ മേലിലുള്ള സ്വലാത്തില്ലാതെ മയ്യത്ത് നമസ്കാരത്തിന്റെ പരിപൂർണതയില്ല. നിസ്കാരത്തിന്റെ പരിപൂർണതക്ക് ഹബീബിന്റെ പേരില്ലാതെ സ്വലാത്തില്ലാതെ നമസ്കാരത്തിന്റെ പരിപൂർണതയില്ല. പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ ഖുതുബ, ആ ഖുതുബയുടെ പരിപൂർണത അതിന്റെ റുക്ന് പരിശുദ്ധമായ ഹബീബിന്റെ മേലിലുള്ള സ്വലാത്താണ്. പരിശുദ്ധമായ ജനാസ നമസ്കാരം ഹബീബിന്റെ സ്വലാത്തില്ലാതെ സുജൂദില്ലാത്ത റുകൂഇല്ലാത്ത ഒരു നമസ്കാരം ജനാസ നമസ്കാരം ഉണ്ടെങ്കിലും അതിന്റെ രണ്ടാമത്തെ തക്ബീറിന് ശേഷം നാം പറയുന്നത് ഹബീബിന്റെ മേലിലുള്ള സ്വലാത്തല്ല മുഅ്മിനേ. എത്ര തവണകൾ നാം സ്വലാത്ത് ചൊല്ലുന്നു, എവിടെയെല്ലാം സ്വലാത്ത് പറയാൻ വേണ്ടി നമ്മെ ഹബീബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും നിസ്സാരമായി നാം കാണുന്നത് വുദൂ കഴിഞ്ഞാൽ വുദൂഇന് ശേഷമുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിച്ചാൽ വുദൂഇന് ശേഷമുള്ള പ്രാർത്ഥന ഷഹാദത്തും ചൊല്ല്, അവിടുന്ന് ഷഹാദത്ത് കലിമയും ചൊല്ല്, ഹബീബിന്റെ മേലിലുള്ള സ്വലാത്തുകളും ആ ദുആയും ഒരാൾ വുദൂഇന് ശേഷമുള്ള ദുആ കൃത്യമായി ഒരാൾ പറയുകയാണെങ്കിൽ അവനിക്ക് സ്വർഗ്ഗത്തിന്റെ കവാടത്തിലൂടെയും കടന്നു പോകാൻ അല്ലാഹു പെർമിഷൻ നൽകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്തിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നാളെ ഹബീബിനിക്ക് ശഫാഅത്തുൽ ഉളുമ എന്നുള്ള വണ്ണമായ ശഫാഅത്തിന്റെ ആ ശ്രേഷ്ഠത മഹാഭാഗ്യം ലഭിക്കുന്നത് അത് ഹബീബിനിക്ക് മാത്രമാണ്. നാളെ എല്ലാവരും മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ എല്ലാവരും വരങ്ങലിച്ചു നിൽക്കുമ്പോൾ എല്ലാവരും ആദം നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് പോകും. ആദം നബിയും അവിടെ നിന്ന് തട്ടിപ്പോകും. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്കും ജനങ്ങൾ പോകും. ഒന്ന് ഞങ്ങളെ റെക്കമെൻഡ് ചെയ്യണേ, ഒന്ന് ശഫാഅത്ത് ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വർഷങ്ങളായി മഹ്ശറയിൽ നിന്ന് നിൽക്കുന്നത് ഒന്ന് ഹിസാബ് എടുക്കാൻ വേണ്ടി അല്ലാഹുവോട് പറയണമേ എന്ന് പറയുന്ന ആ ഒരു രംഗമുണ്ട് മുഅ്മിനേ. ഇന്ന് സൂര്യൻ നിൽക്കുന്ന കോടി കിലോമീറ്ററുകൾക്ക് മുകളിലല്ല ആ മഹ്ശറയുടെ അവസ്ഥയൊന്ന് ഓർത്തു നോക്ക്, ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവാ. വലിച്ചാണ് മുതലെയാണ് മഹ്ശറ, ഇത് കളവല്ല, ഇത് സ്വാദിഖുൽ മസ്ദൂഖായ ഹബീബാണ് പറഞ്ഞു തരുന്നത്. ചെമ്പിനാൽ ഉണ്ടാക്കിയ ഭൂമി മണ്ണോ ടൈലോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. ചെമ്പെന്ന് പറഞ്ഞാൽ തട്ടുപൊളുക്കുന്നതാണ്, ചൂട് വീണാൽ ശക്തമായി ചൂട് കൊള്ളുന്നതാണ്. കോപ്പർ എന്ന് പറയുന്ന ചെമ്പ് എന്ന് പറയുന്നത് ആ താമ്ര എന്ന് പറയുന്ന ആ സാധനം കൊണ്ടാണ്
മഹ്ശറയുടെ ഭൂമിയുള്ളത്. ആ ഭൂമിയിലെ ചെരുപ്പ് ധരിക്കാതെ, വസ്ത്രങ്ങളില്ലാതെ വരിച്ചാണ് മുകളെ സൂര്യൻ ഉയർന്നു നിൽക്കുമ്പോൾ, ആ മഹ്ശറയിൽ നെട്ടോട്ടം ഓടുമ്പോൾ, അവിടെ എല്ലാവരെയും സമീപിക്കുമ്പോൾ അവിടെ ഒരാളും സഹകരിക്കാറില്ല. അതാണ് നാമൊക്കെ മങ്കൂസ് മൗലൂദിൽ എപ്പോഴും പറയാറുള്ളത്, ഫിൽ ഖിയാമത്തി മുശ്ഫീഖാ വഹ്ലനാ ഇല്ലായാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഉൽ എല്ലാവരും നഫ്സി 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 എന്ന് പറഞ്ഞു ഓടുമ്പോൾ അവിടെ ഒരാൾ മാത്രമേ നിങ്ങൾക്ക് ശുപാർശ ചെയ്യാറുള്ളൂ. അവിടെ ഒരാൾ മാത്രമേ നിങ്ങൾക്ക് അഭയമായിട്ടുള്ളൂ. അത് ഹബീബാണ്. ഉമ്മതിയ ഉമ്മതിയ ഉമ്മതി എന്ന് പറഞ്ഞുകൊണ്ട് അർശിന്റെ താഴ്ഭാഗത്ത് സുജൂദിടാൻ സാഷ്ടാംഗം നമിക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് എന്റെയും നിങ്ങളുടെയും ഹബീബ്. ആ ഹബീബിന്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലണേ. ആ ഹബീബിന്റെ രൂപം കാണിച്ചിട്ടാണ് ഖബറിൽ നാളെ മുൻകർ നക്കീർ അലൈഹിസ്സലാം ചോദിക്കുന്നത്, ഇത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ, ഒമൻ നബിയുക എന്ന് ചോദിക്കുമ്പോൾ, അത് എന്റെ ഹബീബാണ്, എന്റെ റസൂലാണ് എന്ന് പറയാൻ നിനക്ക് സാധിക്കണമെങ്കിൽ ദുനിയാവിൽ ഹബീബിന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കണേ. സുന്നത്ത് ജീവിതത്തിൽ നീ അവിടുന്ന് സുന്നത്ത് ജീവിതത്തിൽ പതിവായി കൊണ്ട് നടക്കണേ. എന്നാൽ മാത്രമേ നാളെ ഖബറിൽ ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. സ്വലാത്ത് അധികരിപ്പിച്ചാൽ നാളെ ഞാൻ നിങ്ങൾക്ക് മഹ്ശറയിൽ എവിടെ ഉണ്ടായിട്ടില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഹൗദുൽ കൗസറിന്റെ ആ ഒരു മഹാപാനീയത്തിന്റെ അടുത്ത് ഞാൻ ഉണ്ടായിരിക്കും. സ്വലാത്ത് ആരാണോ ധാരാളമായി ചൊല്ലുന്നത് അവർക്ക് നാളെ എന്റെ ഹൗദിൽ നിന്ന് ഞാൻ ഹൗദുൽ കൗസർ വാരി തരുമെന്ന പരിശുദ്ധ റസൂൽ. നാളെ എല്ലാവരും സിറാത്ത് പാലം കടന്നു പോകുമ്പോൾ നാളെ സ്വർഗ്ഗം തുറക്കുന്നത് ഹബീബാണെങ്കിലും ആ സിറാത്ത് പാലത്തിന്റെ അരികിൽ അവസാനം വരെ കാത്തു നിൽക്കുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് എന്റെയും നിങ്ങളുടെയും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഹബീബാണ് മരണനേരത്ത് പോലും ഓർത്തുപോയത്, ഇന്നലിൽ മൗത്തിന് സകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ എന്ന് പറഞ്ഞ ഹബീബ്. ഒന്ന് മിസ്വാക്ക് ചെയ്തു തരുമോ എന്ന് ചോദിച്ച ഹബീബ്. ആ മരണനേരത്ത് പോലും എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ് അസ്രാഹീലെ എന്ന് ചോദിച്ച മരണനേരത്തും ഈ ഉമ്മത്തിനെ ഓർത്ത ഒരു നേതാവുണ്ടെങ്കിൽ അത് എന്റെയും നിങ്ങളുടെയും നേതാവ്. ഈ പ്രപഞ്ചം പടക്കാൻ എന്റെയും നിങ്ങളെയും പടക്കാൻ കാരണദൂതനായ അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങളുടെ ടെൻഷനുകൾ മാറാൻ, കടങ്ങൾ വീടാൻ, ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ, ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ, വിഷമങ്ങളിൽ നിന്ന് മടങ്ങി വരാൻ, പ്രണയത്തിൽ ഏർപ്പെട്ടവർക്ക് അല്ലെങ്കിൽ കഞ്ചാവും മയക്കുമരുന്നിലൂടെ ഏർപ്പെട്ടവർക്ക് അതിൽ നിന്ന് തിരികെ വരാൻ, മനസ്സമാധാനം ലഭിക്കാൻ, ടെൻഷനുകൾ മാറിക്കിട്ടാൻ, നല്ല ഹുസ്നുൽ ഖാതിമ ലഭിക്കാൻ, ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ, ഖബറിൽ രക്ഷപ്പെടാൻ, നാളെ മഹ്ശറയിൽ രക്ഷപ്പെടാൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കാൻ, ഹബീബിന്റെ ചാരത്ത് വന്ന് സ്വർഗ്ഗത്തിൽ ഇടം നേടാൻ. ഇതിനെല്ലാം ഒറ്റ മാർഗമേയുള്ളൂ. നിയ്യത്തിന്റെ ആവശ്യമില്ലാത്ത, ഇഖ്ലാസിന്റെ ആവശ്യമില്ലാത്ത, ശുദ്ധിയുടെ ആവശ്യമില്ലാത്ത, എങ്ങനെയും എവിടെന്നും ഏതവസ്ഥയിൽ നിന്നും പറഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കുന്ന ഒറ്റ ഇബാദത്ത് അത് ഹബീബിന്റെ മേലുള്ള സ്വലാത്താണ്. സ്വലാത്താണ് സ്വലാത്ത്. ആ സ്വലാത്ത് ജീവിതത്തിന്റെ ഭാഗമാകണം. കിച്ചണിൽ പണിയെടുക്കുമ്പോൾ ഉമ്മമാരെ നിങ്ങളുടെ ചുണ്ട് അനങ്ങേണ്ടത് സ്വലാത്താണ്. ഒന്ന് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ, ഡ്രസ്സുകൾ അടുക്കുമ്പോൾ, ഡ്രസ്സുകൾ നിങ്ങൾ കഴുകി ശുദ്ധിയാക്കുമ്പോൾ, വീടൊന്ന് അടിച്ചു വാരുമ്പോൾ, വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ചുണ്ടുകൾ അനങ്ങേണ്ടത് സ്വലാത്തിലൂടെയാണ്. സ്വലാത്തിലൂടെയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആ മദീന
ജീവിതത്തിന്റെ ഭാഗമാകണം. കവി പറയുന്നുണ്ട്, എന്റെ ഹൃദയം തപിക്കുകയാണ്, എന്റെ ഹൃദയം പിടക്കുന്നു, എന്റെ ഹൃദയത്തിന്റെ പിടക്കുന്ന ഹൃദയത്തിനേക്കുള്ള മരുന്ന് അത് ഹബീബിന്റെ ആ പാദസ്പർശനം കൊണ്ട് ഹബീബ് കിടന്നുറങ്ങുന്ന മദീനയാണ്. മുഅ്മിനിന്റെ അഭിലാഷവും മുഅ്മിനിന്റെ ജീവിതത്തിന്റെ ആകാംക്ഷയും മദീനയാകണം. ആ മദീനയെ കുറിച്ചാണ് പരിശുദ്ധ റസൂൽ പറഞ്ഞത്. ഈമാൻ മദീനയിലേക്ക് തിരികെ വരും. ഒരു പാമ്പ് അതിന്റെ മാളത്തേക്ക് തിരികെ പോകുന്നത് പോലെ ഈമാനും വിശ്വാസവും എല്ലാം അത് മദീനയിലേക്ക് കടന്നു പോകും. നാം ചൊല്ലുന്ന ഇബാദത്തുകൾ, നാം ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും ഓരോ വെള്ളിയാഴ്ച ദിവസം ഇന്നത്തെ രാത്രി അസ്തമിക്കുമ്പോൾ, ഇന്നത്തെ സൂര്യത്തിന്റെ അസ്തമാനത്തിന്റെ സമയത്തെ എല്ലാ മലായികത്തും എല്ലാ മനുഷ്യനെയും രേഖപ്പെടുത്തി ഇന്നാലിന്ന നാട്ടിലെ വസീർ എന്ന നാട്ടിലെ ഇന്നാലിന്ന ആളുടെ മോൻ അല്ലെങ്കിൽ ഇന്നാലിന്ന ആളുടെ മോൾ ഹബീബേ അങ്ങയുടെ മേൽ ഇത്ര സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി രേഖകൾ അവിടെ നിന്ന് റെക്കോർഡുകൾ ഹബീബിന്റെ റൗളാ ശരീഫിലേക്ക് കാണിച്ചു കൊടുക്കും. ഇവിടെയുള്ള സ്വലാത്ത് ചൊല്ലിയ ഓരോ ആളുകളെയും ഹബീബിനിക്ക് അവിടെ നിന്ന് നേരെ കാണിച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുമ്പോഴൊക്കെ അള്ളാന്റെ ഹബീബിലേക്ക് ഓരോ ദിവസങ്ങളും മലായികത്ത് കാണിച്ചു കൊടുക്കും. ഒരു ദിവസം സ്വലാത്തില്ലാതെയായി പോയാൽ, ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അവിടെ ഹബീബ് ചോദിക്കും, എപ്പോഴും സ്വലാത്ത് പറയുന്ന ആള് എന്തേ ഇന്ന് സ്വലാത്ത് വരാത്തതെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പറയും, ആ മനുഷ്യൻ മരിച്ചുപോയി. അപ്പോൾ ഹബീബിന്റെ സാന്നിധ്യം അവന്റെ ഖബറിലേക്ക് ഉണ്ടാകുമെന്നാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സമയം ദീർഘിച്ചു പോയി, ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാകണം സ്വലാത്ത്. അത് ദുന്യവിയായ അഖ്റവിയായ എല്ലാ വിജയത്തിന്റെയും താക്കോലാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. അല്ലാഹു ധാരാളമായി സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.